വാപ്പാൻ്റെ കുടുംബം കലാകുടുംബം ആയിരുന്നില്ല, ഉമ്മാൻ്റെതായിരുന്നു കലാകുടുംബം. മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികൾ നാടകത്തിലേക്കോ സിനിമയിലേക്കോ ഇറങ്ങിയാൽ പിന്നെ കല്യാണം വരില്ല, അല്ലെങ്കിൽ അവർ ജീവിതം പോകുന്നുള്ള ഒരു തെറ്റായ ധാരണ അന്ന് ഉണ്ടായിട്ടുണ്ടാവാം. എന്നെ 17 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. ഒരേ റോള് ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരൊക്കെ നല്ല റോളുകളൊക്കെ ചെയ്യുന്നു, എനിക്ക് റോളുകൾ ഇതൊന്നും എന്നെപ്പറ്റി എനിക്ക് വിഷയമേ അല്ല. സിദ്ദീഖ് പറഞ്ഞതിനെ നോക്കിയിട്ട് അയ്യോ ഈ റോളിന് ഇങ്ങനത്തെ ആളല്ല, ഇത് പറ്റില്ല, അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ പറയുന്നത്, നമ്മളെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഈ പറയുന്നത്. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ഈ സിനിമ ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നതിന് പകരം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. ആലോചിച്ച് ഉറങ്ങാതിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. നമ്മൾ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവും. പെണ്ണുങ്ങളുടെ ചൂടറിയുന്നവർ ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്നസെൻ്റ് ഏട്ടൻ അടിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലേ മനസ്സിലാവുള്ളൂ. ധനം അഭിനയിക്കാൻ പോയപ്പോഴാണ് മോഹൻലാലിൻ്റെ കാണുന്നത്. അപ്പോൾ മോഹൻലാൽ ആ സമയത്തൊക്കെ എപ്പോഴും ഒരു ക്യാമറ ഉണ്ടാവും കയ്യിൽ. അങ്ങനെ എൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. യുവ നായികമാരോ അല്ലെങ്കിൽ യുവ താരങ്ങൾ അഭിപ്രായം പറയാത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? അവർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ അങ്ങനെയാണല്ലോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? മോഹൻലാൽ അവിടുന്ന് അഭിപ്രായം പറയാം, മോഹൻലാൽ പറയട്ടെ എന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷേ മോഹൻലാൽ എന്ത് പറഞ്ഞാലും അത് പിന്നെ മോഹൻലാൽ മാത്രം ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് വരും. മോഹൻലാൽ പറഞ്ഞില്ല. പക്ഷെ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവും, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം തുറന്ന് പറയുമ്പോൾ ഭയപ്പെടരുത്. ഭയപ്പെടാതെ പറയാൻ പറ്റുന്ന രാഷ്ട്രീയമായിരിക്കണം നമ്മളത്. 12ാം വയസ്സിൽ ബാലതാരമായി നാടകത്തിലേക്ക്, പിന്നെ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് കണക്കില്ലാത്ത അത്രയും കഥാപാത്രങ്ങൾ സമ്മാനിച്ച സീനത്താണ് നമുക്കൊപ്പം ഉള്ളത്. ഹലോ ചേച്ചി, റിപ്പോർട്ടർ ടിവിയുടെ സെക്കൻഡ് ടേക്ക് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മലയാള സിനിമയിലേക്ക് നോക്കുകയാണെങ്കിലും എണ്ണാൻ പറ്റില്ല. ചേച്ചിന്റെ പ്രൊഫൈൽ ഞാൻ എടുത്ത് നോക്കിയ സമയത്ത് കണക്കില്ലാത്ത അത്രയും സിനിമകളാണുള്ളത്. അതെ, ഇപ്പൊ ആണെങ്കിൽ സംവിധായകയും തിരക്കഥാകൃത്തും കൂടിയാണ്. അനന്തതയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഗംഭീര ഷോർട്ട് ഫിലിമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സംവിധാനത്തിലേക്കും തിരക്കഥയിലേക്കും ഒക്കെ എത്തിയത്? അത് എത്തിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന സമയം പിന്നീട് കുറേ ഗ്യാപ്പ് വന്നു, സിനിമകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ഈ സിനിമ ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നതിന് പകരം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. ഒരു വഴി അടയുമ്പം വേറൊരു വഴി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ വായിക്കുമ്പോൾ പലരും നല്ല അഭിപ്രായം പറയും. അങ്ങനെയാണ് എഴുതി തുടങ്ങി ഞാൻ നാടകങ്ങൾ കൊച്ചു നാടകങ്ങളൊക്കെ എഴുതുമായിരുന്നു. നമ്മളെ അവിടെ കമ്മ്യൂണിറ്റിയിൽ അവതരിപ്പിക്കും, അസോസിയേഷനിൽ. പിന്നെ ഓരോ ത്രെഡുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ആവശ്യമില്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കിറ്റൊക്കെ ചെയ്യുമ്പോഴേ ഒരു 15 മിനിറ്റ് അതാരും കാണുന്നില്ല, ആരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മുഴുനീള നാടകം ചെയ്യാം. അതായിരുന്നു ആദ്യം എഴുതിയത്. പക്ഷേ അത് അവതരിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു സിനിമയുടെ കഥ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് അതങ്ങനെ വിജയിക്കുമോ, നമ്മൾ സിനിമ എഴുതി കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എഴുതിയിട്ട് ഞാൻ AV അനൂപിനാണ് ഞാൻ അയച്ചു കൊടുത്തത്. ആദ്യം വേറെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയച്ചു കൊടുത്ത് അതിൻ്റെ വൈകുന്നേരം ഒരു 6 മണിക്കാണ് ഞാൻ അയക്കുന്നത്. ഞാൻ പറഞ്ഞത് വായിക്കണം, ഇത് വായിച്ചാൽ അല്ലാതെ സിനിമ എടുക്കണമെന്നോ അത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ പുള്ളി നല്ല ഇഷ്ടമായി. രാവിലെ എന്നെ വിളിച്ചു, നമുക്ക് ചെയ്യാം ഇത്, പക്ഷേ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ആവശ്യമില്ല, സാധാരണ ആൾക്കാരെ തന്നെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഒരാൾക്ക് ആദ്യം അയച്ചു കൊടുത്ത ആളെന്നെ അങ്ങനത്തെ ഒരു മറുപടി വരാമെന്ന് പറയുമ്പോൾ അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 2 മാസം കൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നിലമ്പൂർ കരുവാരിക്കുണ്ട് എന്ന സ്ഥലത്തായിട്ട് ഷൂട്ടിങ്. പുതുമുഖങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ദിൽഷ ഈ ഇതിലാണ് അനന്തതയിലേക്ക് ഷോർട്ട് ഫിലിമാണ്. ഞാൻ സിനിമയെ പറ്റിയാണ് പറയുന്നത്. 2-ാം നാൾ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 17 ദിവസങ്ങളെ കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തി, അപ്പോഴാണ് കൊറോണ വന്നിട്ട് ലോക്ക്ഡൗൺ വരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ആ സിനിമ പിന്നെ പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു. അന്നത് തീർന്നിട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് അത് പൂർത്തിയാക്കാൻ പറ്റില്ല. പിന്നെ എഡിറ്റർ വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്തു. കാരണം ആർക്കും പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നീടാണ് ചെയ്ത്. അത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കാത്തിരുന്നു ഇത് റിലീസ് ചെയ്യാൻ. പക്ഷേ ഇതിങ്ങനെ നീണ്ട് കൊറോണയുടെ പ്രശ്നം നീണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്റർ റിലീസ് പറ്റിയില്ല, OTT ആണ് പിന്നെ വന്നത്. പിന്നെ യൂട്യൂബിൽ നന്നായിട്ട് പോയി. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ ഉണ്ടാവുന്നത്.
അപ്പൊ ഈ അനന്തതയിലേക്ക് എന്നുള്ള ഷോർട്ട് ഫിലിം പിന്നെ വന്നപ്പോഴോ? അതിപ്പോൾ അടുത്ത് ഞാൻ എഴുതി ഇതേപോലെ തന്നെ ഞാൻ അയച്ചു കൊടുക്കുക ചെയ്തത്. പുള്ളിക്ക് നല്ലോണം വായിക്കും പുള്ളി. അപ്പോൾ വായിച്ച് പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അനന്തതയിലേക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ടാവുന്നത്. ഇപ്പം എത്ര സ്ക്രിപ്റ്റ് കയ്യിൽ എഴുതിയത്, പണ്ട് എഴുതിയതും അങ്ങനെ ഒരുപാടില്ല, ഇപ്പോൾ ഉണ്ട്, ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിനിമയുടെ. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ചോറും കൂട്ടാനും വെച്ച് നടക്കുന്ന ഒരു പ്രായം. ആ സമയത്ത് ഞങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു മീൻസ് അപ്പോഴേ ഒരു ബ്ലഡിൽ ഇങ്ങനെ ഒരു കല ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാരണം എല്ലാ കുട്ടികളും ഇതുപോലെ ചോറും കൂട്ടാനും വെച്ച് കളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കുട്ടികളും ഇതുപോലെ ഡ്രാമ. അന്ന് എൻ്റെ ഇളയമ്മ നിലമ്പൂർ ആയിഷ സിനിമ അല്ലെങ്കിൽ നാടകമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണല്ലോ. അപ്പം ഞങ്ങളിത് കണ്ടിട്ടാണ് ഞങ്ങൾ വളരുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങൾ കളിക്കുന്നതെല്ലാം ഇങ്ങനെയായിരിക്കും, ഈ സ്റ്റേജ് കെട്ടിയിട്ട് നാടകം കളിക്കുക അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇളയമ്മയാണ് പിന്നെ എന്നെ അത് കണ്ടിട്ടാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓൾറെഡി കല ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണല്ലോ ചേച്ചി. അപ്പോൾ എന്തുകൊണ്ടാണ് ചേച്ചി കലാരംഗത്തേക്ക് വന്ന സമയത്ത് വീട്ടിലൊരു എതിർപ്പ് വരാൻ കാരണം എന്ന് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാതെ വാപ്പാൻ്റെ കുടുംബം കലാകുടുംബം ആയിരുന്നില്ല, ഉമ്മാൻ്റെതായിരുന്നു കലാകുടുംബം. അപ്പോൾ എൻ്റെ ആങ്ങളെയൊക്കെ വാപ്പാൻ്റെ കുടുംബത്തിലേക്കാണ് അവൻ്റെ മനസ്സ് പോയിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികൾ നാടകത്തിലേക്കോ സിനിമയിലേക്കോ ഇറങ്ങിയാൽ പിന്നെ കല്യാണം വരില്ല അല്ലെങ്കിൽ അവർ ജീവിതം പോകുന്നിട്ടുള്ള ഒരു തെറ്റായ ധാരണ അന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് പിന്നെ ഭയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വേണ്ടെന്ന് ആങ്ങളെ പറയുന്നതും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആങ്ങളെ തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നീട്. ഇപ്പോൾ ഈ സിനിമാ ജീവിതത്തിലാണെങ്കിലും നാടകമായിരിക്കുമല്ലോ സിനിമയ്ക്കൊരു ബേസ് നൽകിയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും നാടകമായിരിക്കുമല്ലോ. അപ്പം ഇപ്പം ആലോചിക്കുന്നുണ്ടോ ആദ്യ നാടകം ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ സ്നേഹബന്ധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകം ചെയ്യാൻ പറ്റാതെ പോയ അറിഞ്ഞിട്ടുണ്ട്, അറിയാതെ പോയ അല്ലെ ചെയ്യാൻ പറ്റാതെ പോയൊരു വിഷമം പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പിന്നീട് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നിനും കഴിഞ്ഞതിനെ പറ്റിയിട്ട് അയ്യോ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ആലോചിക്കുന്ന വ്യക്തിയല്ല. കഴിഞ്ഞത് കഴിഞ്ഞു പോയി. അതെ, എനിക്ക് പിന്നെ ഞാൻ ചേച്ചിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രബിളോ അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കര ലോ ആയിട്ടുള്ള സിറ്റുവേഷനോ ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും ഒരു ടേക്ക് ഇറ്റ് ഈസി വൈബിലാണ്. ഓക്കെ, ഇത് തീർന്നു ഇനി ഇത് കൊണ്ടുപോകണ്ട. എനിക്ക് തോന്നുന്നു ഒരു വലിയ ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോവേണ്ടിയിരുന്ന സാഹചര്യം വരെ ചേച്ചിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു ആർജവും ഊർജ്ജവും ഒക്കെ ആ ചെറിയൊരു പ്രായത്തിൽ നിന്ന് കിട്ടിയത്? ഇല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഡിപ്രഷൻ വന്നിട്ടേ ഇല്ല. അങ്ങനെ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഇതായിരിക്കും അത്. കാരണം അങ്ങനെ ആലോചിക്കുക ഒരുപാട് പണ്ട് ചെറുപ്പത്തിൽ പിന്നെയും കുറച്ചൊക്കെ ആലോചിക്കുക, രാത്രി ആലോചിച്ച് ഉറങ്ങാതിരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. നമ്മൾ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവും. മനസ്സിലായില്ലേ? ചിലവരാണ് ഡൗൺ ആയി പോവുക, താങ്ങാൻ പറ്റാതിരിക്കുക. അത് നമ്മൾ സ്ട്രോങ് ആവുക വേണ്ടത് എപ്പോഴും. നമ്മളെ തളർത്തരുത് മറ്റുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, എൻ്റെ ജീവിതം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഞാനങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുക. എനിക്ക് ഒരാളുടെ മുമ്പിൽ കരയുന്നത് പോലും ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും കരയുന്നത് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും. കരഞ്ഞ് തീർക്കുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് വിഷമം വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് കരയുള്ളൂ. അല്ലാതെ ഒരാളോടില്ല സങ്കടം പറയുക, പിന്നെ നിരാശപ്പെടുക. ഇപ്പം ഞാൻ ഒരേ റോള് ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരൊക്കെ നല്ല റോളുകളൊക്കെ ചെയ്യുന്നു, എനിക്ക് റോളുകൾ ഇതൊന്നും എന്നെപ്പറ്റി എനിക്കത് വിഷയമേ അല്ല. എനിക്ക് കിട്ടേണ്ടത് എന്താണോ അതെനിക്ക് കിട്ടും, ഞാൻ ചെയ്യും. അങ്ങനെ നമുക്ക് അങ്ങനെ നിരാശ വരില്ല. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ 90കളുടെ കാലം, ഈ 2000 തുടക്കം, ഈ സമയത്ത് നിരവധി സിനിമകളിൽ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഓരോ സിനിമ എടുത്താലും ഓരോ സിനിമയിലും ചേച്ചിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ആ സമയത്ത് വളരെ തിരക്കേറിയിട്ടുള്ളൊരു നടി തന്നെയായിരിക്കും ചേച്ചി. പിന്നീട് എന്തുകൊണ്ടായിരിക്കും ഒരു അവസരങ്ങൾ കുറഞ്ഞത് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സിനിമയിലോ? സിനിമയിൽ അവസരങ്ങൾ കുറയുന്നത് കൂടുതലും സിനിമയിൽ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ചേച്ചി, ചേട്ടൻ ഇത് കുറേ കാലമായിട്ട് കുറവാണ്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ആരെയും വിളിക്കാൻ പോകുക എന്നുള്ള, എൻ്റെ സിനിമ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തിയാൽ ഞാൻ പിന്നെ സാധാരണ ഒരു സ്ത്രീയാണ്. പിന്നെ എൻ്റെ തലയിലേക്ക് ഇതൊന്നും വരില്ല. അപ്പം നമ്മൾ ആരെയും വിളിക്കാൻ പോകില്ല. എന്നെ വിളിച്ചാൽ മാത്രം ചെയ്യും. പെട്ടെന്നൊക്കെ എന്നോട് നാളെ പുറപ്പെടുമെന്ന് വെച്ചാൽ എനിക്ക് മടി. അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ സ്വഭാവത്തിൽ, അതൊക്കെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ സിനിമയിൽ ഇതുപോലെ തന്നെ അമ്മ അച്ഛനൊക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ റോള്, എല്ലാവർക്കും ഇല്ല. അതുകൊണ്ടാണ് സിനിമയിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ കുറഞ്ഞപ്പോഴാണ്
പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ കഥയ്ക്ക് അനുയോജ്യമായ ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരിയാണെങ്കിൽ അതിന് പറ്റുന്നൊരു ആളെ വിളിക്കും, അല്ല വേറെ രീതിയിലാണ്. അങ്ങനെ ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞു ചേച്ചിൻ്റെ സ്വഭാവത്തിൽ ചില ഇത് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം മമ്മൂക്ക ഒരു സമയത്ത് കർക്കശക്കാരനായിരുന്നു, പക്ഷെ ഇപ്പൊ പുള്ളി കുറച്ച് ഭയങ്കര സ്വീറ്റ് ആയിട്ട് മക്കളെ സ്വഭാവമാണ് കേൾക്കുന്നത്. അപ്പൊ അതുപോലെ ചേച്ചി ഒരു സമയത്ത് ഒരു കർക്കശ സ്വഭാവത്തിൽ ഇപ്പൊ ചേച്ചീനെ എങ്ങനെ ചേച്ചി റേറ്റ് ചെയ്യും? സ്വഭാവത്തിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല, ഞാൻ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം അത്രയൊക്കെ തന്നെ. പക്ഷെ കുറച്ചും കൂടെ പക്വത വരുമല്ലോ നമ്മൾ. ചിലതൊക്കെ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവും. ചെറുപ്പത്തിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കുട്ടികളുടെ സ്വഭാവം എനിക്കുണ്ട് കുറച്ച്. ഇപ്പോഴും അല്ല, എപ്പോഴും ഉണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മോനുണ്ടായത് അവൻ ഇപ്പോഴും ഓർക്കും അത്. അപ്പോൾ അവനെ പിടിച്ചിരുത്തും. അവന് 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള സമയത്ത്. ചേച്ചിക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? എന്നെ 17 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. അപ്പോൾ മോന് 3-4 വയസ്സുണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ ഇതിൽ നിന്ന് ഡാൻസ് വെറുതെങ്കിലും, എനിക്ക് ഡാൻസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പഠിച്ചിട്ട് അവനെ ഇരുത്തും കസേരയിൽ. നീ ഇരുന്ന് കാണുന്നുണ്ട്, അവൻ ഇരുന്ന് ഉമ്മച്ചി ഞാൻ പോട്ടെ, അല്ലല്ലേ വേണ്ട നീ കാണും. അപ്പം അന്നേ കുട്ടിക്കളിയാ. ആ ഒരു സ്വഭാവം എനിക്കിപ്പോഴും ഉണ്ട്. കുട്ടികളോടൊക്കെ ഞാൻ കുട്ടികളായിരിക്കുന്നു, കുട്ടികളുടെ അതേ ഇതിലാണ് ഞാൻ പോവുക. ഇപ്പം വിളിച്ചാൽ മടി മീൻസ് കുറച്ച് കർക്കശമുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയിൽ ഇപ്പോൾ ഒരു വേഷം ചെയ്ത് കഴിഞ്ഞു ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി, പിന്നെ ഒരു സിനിമയിൽ ആ ഒരു റോളുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നിനൊരു സൗഹൃദം നിലനിർത്തുന്ന ഒരു സ്വഭാവക്കാരി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്വഭാവം എപ്പോഴെങ്കിലും ഓക്കെ അതുകൊണ്ടായിരിക്കാം എനിക്ക് വേഷങ്ങൾ കുറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വേഷങ്ങൾ കുറയുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ചിന്ത എനിക്ക് വന്നാൽ ചിലപ്പോൾ എനിക്ക് നിരാശ വരും. മനസ്സിലായില്ലേ? അതെനിക്ക് വന്നിട്ടില്ല. അതാണ് നമ്മൾക്ക് സിനിമ കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുന്നതിന് പകരം നമുക്ക് മറ്റെന്ത് കഴിവുണ്ടെന്നാണ് ആലോചിക്കേണ്ടത്. നമ്മളെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഈ ഡിപ്രഷൻ ഇതിലേക്ക് പോകുന്ന മനുഷ്യൻ. അതല്ലാതെ എനിക്ക് എഴുതുന്ന സമയം എഴുതാൻ ഉള്ളൊരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും. രാവിലെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എഴുതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോവുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞിട്ട് പോകും. അങ്ങനെയൊക്കെയാണ്. യോഗ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ യോഗ ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ഒരിക്കലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ബോറടിക്കുക എന്നൊരു സംഭവം എനിക്ക് വന്നിട്ടേ ഇല്ല. ഇപ്പോഴത്തെ ജനറേഷൻ എപ്പോഴും പറയും ബോറടിക്കുന്നു, അതുപോലെ സമയം കഴിഞ്ഞു കിട്ടുന്നില്ല. ഞാനൊരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മൾ ബോറടിക്കുന്നു അല്ലെങ്കിൽ സമയം നീങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മനോഹരമായ ലോകത്ത് നിന്ന് വിട്ടുപോകാനുള്ള സമയം പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ബോറടിച്ചിട്ട് ഒരു സമയം എനിക്കങ്ങനെ ഇല്ല. ഉള്ള സമയം സന്തോഷത്തോടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നു. അല്ല, എനിക്കങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയും ബോറടിക്കുന്നു. എന്താ ഇവർക്ക് ബോറടി എന്താണ്? അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും ജീവിതം. ഞങ്ങളൊന്നും കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നില്ല. അപ്പം ഞാൻ പറയും, എൻ്റെ മനസ്സിൽ ഞാൻ വരും, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ബോറടിച്ച് പെട്ടെന്ന് സമയം പോകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ പോകാനുള്ള സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ള സമയത്ത് സന്തോഷിക്കുക. മോഹൻലാലിൻ്റെയും മമ്മൂക്കയുടെയും കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മഹാനഗരത്തിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കൂടെ ധനത്തിൽ അഭിനയിച്ച സമയത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുമോ? മോഹൻലാലിനെ ഞാൻ ആദ്യം കാണുന്നത് ധനത്തിൻ്റെ ലൊക്കേഷനിലല്ല, ഉയരും ഞാൻ നാടാകി എന്നിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ PM താജിക്കേട്ടിയുടെ പെങ്ങളെ മകനാണ് അത് എഴുതിയിരുന്നത്. P ചന്ദ്രകുമാർ സംവിധാനം. അന്ന് എനിക്ക് മോൻ ചെറിയ കുട്ടിയാണ്, എൻ്റെ മോൻ കുഞ്ഞി കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനെ കാണാൻ. അപ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞത് എൻ്റെ മോന് നല്ല ഇഷ്ടമാണ് മോഹൻലാൽ. പറയാം മോഹൻലാൽ എന്താന്ന് പോലും അറിയാം, കുഞ്ഞി കുട്ടിയാണ്, കയ്യിൽ പിടിക്കുന്ന ആളാണ്. മോഹൻലാൽ നോക്കിയേ മനസ്സിലത് കുട്ടിക്കോ, ഇത്ര ചെറിയ കുട്ടിക്കോന്ന്. ഞാൻ ആദ്യം കാണുന്നത് അങ്ങനെയാണ്. പിന്നെ കാണുന്നതാണ് ധനം. ഇതിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് മോഹൻലാലിനെ കാണുന്നത്. അപ്പോൾ മോഹൻലാൽ ആ സമയത്തൊക്കെ എപ്പോഴും ഒരു ക്യാമറ ഉണ്ടാവും കയ്യിൽ. അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും, അഭിനയിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും. അങ്ങനെ എൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മോഹൻലാൽ. ഫോട്ടോസ് ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് അന്നൊക്കെ ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത് ആയിരുന്നു കളർ ഫോട്ടോ ഒക്കെ ആയതുകൊണ്ട് അതൊക്കെ പോയി. ഇപ്പം അടുത്ത് ഒന്ന് കിട്ടി എനിക്ക്, പക്ഷെ അതിൻ്റെ ഒക്കെ പകുതിയും പോയിട്ടുണ്ടൊക്കെ. അങ്ങനെ അല്ലെങ്കിൽ ഞാനത് ഇടുമായിരുന്നു. ഇപ്പം നമ്മളിപ്പം സീനത്തെന്ന് പറയുമ്പം ഏതൊരു കുട്ടിക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഗോഡ് ഫാദറിലെ കടപ്പുറം കാർത്തിയായനിയാണ്. അപ്പം നമുക്ക്
ഫസ്റ്റ് ടേക്ക് തന്നെ ആകെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ളൊരു ഷോട്ട് ആണെങ്കിലും കൂടി അത് സ്ക്രീനിൽ വരുമ്പോഴും ആ സീൻ പിന്നീട് കാണുമ്പോഴും അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. കാരണം ഇന്നസെന്റിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്നസെന്റിന്റെ ഫാമിലി റിവീൽ ചെയ്യാനുള്ള ഒരു സാധനം കുക്ക് ചെയ്യുന്നത് പെണ്ണുങ്ങളുടെ ചൂടറിയുന്നവർ ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്നസെന്റ് ഏട്ടൻ അടിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലെ മനസ്സിലാവുള്ളൂ. അതെ അതെ, അതിൽ കല്യാണം കഴിച്ച ഒരേ ഒരാൾ ഇന്നസെന്റ് ഏട്ടനാണ്. ആ ഒറ്റ സീനാണെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർ വളർത്തിയിട്ടുണ്ട് ഈ കഥാപാത്രത്തിനെ. അപ്പോൾ അഭിനയിച്ച് എനിക്ക് പോലും പിന്നീട് ആ സിനിമ കാണുമ്പോൾ, ആ കടപ്പുറം കാണിക്കുമ്പോൾ ഈ കാർത്തികേയനി എന്ന് പറഞ്ഞ കഥാപാത്രം അവിടെ എവിടെയെന്ന് തോന്നലാണ്. അത്ര ആളുകളുടെ മനസ്സിലേക്ക് അത് പോയി. അത് നാടകത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് എനിക്ക് അത്ര ശക്തമായിട്ട് ചെയ്യാൻ പറ്റിയത്. അന്ന് ആ സിനിമയിൽ ഒരൊറ്റ ഇതിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? അല്ല, എനിക്കിത് ഈ കഥ ഇങ്ങനെ പറഞ്ഞു എന്നോട്, കടപ്പുറം കാർത്തികേയനി എന്നുള്ളതാണ്, ഒരു പയ്യനെ കൊണ്ടുപോയി അവിടെ അങ്ങനത്തെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് അങ്ങനത്തെ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനത്തെ റോള് ചെയ്യണോ, എന്തിനാ വേണോ അത് എന്നുള്ളൊരു എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു പിന്നെ വേണ്ടേട്ടാ, സിദ്ദിഖ് സിനിമയാണ്, അപ്പോൾ അത് കളയണ്ട, നല്ലതായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു. എങ്കിലും പോയി അവിടെ ചെന്ന് എന്നെ നേരിട്ട് കണ്ടപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, അപ്പോൾ അവരുടെ മനസ്സിലുള്ള രൂപം വേറെയായിരുന്നു. കുറച്ചുകൂടെ ഞാൻ അതെ. അപ്പോൾ അതുമല്ല, രൂപം അതായിരുന്നില്ല. കുറച്ച് ഭയങ്കര വണ്ണത്തിൽ, കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്ത്രീ, അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാനന്ന് വളരെ ചെറുപ്പമല്ലേ. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞതിനെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഈ റോളിന് ഇങ്ങനത്തെ ആളല്ലേ, ഇത് പറ്റില്ല, അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറയുന്നത്, നമ്മളെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര ഒരു ചമ്മലായിപ്പോയി, പറ്റില്ലായിരുന്നു. അപ്പം മണിയണ്ണൻ മേക്കപ്പ് മാൻ പറഞ്ഞു, കുഴപ്പമില്ല സാറേ, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് മുറുക്കിയാൽ ചിലപ്പോൾ കുറച്ചൊരു പക്വത വരും അതിൽ എന്ന് പറഞ്ഞു. അപ്പം മുറുക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് ഭയങ്കര അതിലേറെ കുഴപ്പമായി എന്ന് പറഞ്ഞു. അത് പറയാം ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തപ്പോൾ സിദ്ദിഖിന് ഭയങ്കര ഇഷ്ടമായി അത് ചെയ്തപ്പോൾ. പിന്നെ അത് അപ്പോൾ പിന്നെ എന്നെ സംവിധാനം ചെയ്യാനാണ് അവിടെ ആൾ, ഞാൻ പുതിയ ആളല്ലേ, നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ എന്നെ സംവിധാനം ചെയ്തു. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നാണ്. അപ്പോൾ സിദ്ദിഖ് പാക്കപ്പ് പറഞ്ഞു വൈകുന്നേരം. പിറ്റേന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ ആ വീഴുന്ന ഷോട്ട് എടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു, ഇന്നലെ എന്തുകൊണ്ട് ഇതൊരു ഷോട്ടല്ലേ ഉള്ളൂ, ഇന്നലെ എടുക്കായിരുന്നില്ലേ? സംവിധായകരുടെ എണ്ണം കൂടുതലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇന്ന് എടുക്കാമെന്നാണ്. അങ്ങനെയാണ് അത് എടുക്കുന്നത്. പിന്നെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നിരാശയായി പോയിരുന്നു. അത് വന്നപ്പോൾ ഇന്നും ആൾക്കാരുടെ മനസ്സിൽ, ഇപ്പോൾ കുട്ടി പോലും ചോദിക്കുന്നത് അതുകൊണ്ടാണ്, എത്ര വർഷം മുമ്പ് ഒരു സീനാണ് അതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ റോള് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതെ, ഇപ്പം അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ചേച്ചി ഇപ്പോൾ ഒരു ബ്രേക്ക് വന്നോ എന്നറിയില്ല, ഒരു ബ്രേക്ക് നമ്മൾ കാണുമ്പോൾ ചേച്ചി ലൈവായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും സിനിമകളിൽ നിന്ന് മാറിയിട്ട് പിന്നെ സീരിയലുകൾ കുറേ ശ്രദ്ധ കൊടുത്തിട്ടൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും ഇതുപോലെ തന്നെ സിനിമയില്ലെങ്കിൽ സീരിയൽ ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്കാണോ എത്തിയിരുന്നത്? അങ്ങനെയില്ല, സിനിമ ഇല്ലെങ്കിൽ സീരിയൽ ചെയ്യാന്നുള്ളതല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട റോള് സീരിയൽ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ സീരിയൽ എടുക്കുകയുള്ളൂ. പിന്നെ സീരിയൽ അങ്ങനെ ചെയ്യാത്ത, എപ്പോഴും ദുഷ്ട കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിട്ട് കാണിക്കുന്നത് സീരിയലിലാണ്, സിനിമയിലല്ല. അപ്പോൾ ഞാൻ അത്രയും നല്ലതിലൊക്കെ, നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും, നല്ല റോളും ഒക്കെ ചെയ്യും. പക്ഷേ എന്ത് നല്ല റോളാണെങ്കിലും ഈ കൂടുതലും ഈ കുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകളാണ്, അമ്മായിയമ്മ എന്നുള്ള സാധനം, അതൊക്കെയാണ് സീരിയലിൽ വരുന്നത്. അല്ലെങ്കിൽ നല്ലതാണ് സീരിയൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നല്ലൊരു വരികയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല. അപ്പോൾ സിനിമയാണ് ഇഷ്ടം, ചെയ്യാൻ ഇഷ്ടം എപ്പോഴും സിനിമ തന്നെ. പക്ഷേ സീരിയലിനോട് നല്ല റോളുകളാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും സീരിയൽ ഇതിപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്, കുട്ടികളും സ്ത്രീകളും ആണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ണിലാണ് കാണുക, ഒരു വില്ലത്തി ഇതിലേക്ക് മാത്രം. പക്ഷെ ആ വില്ലത്തി റോള് നമുക്ക് സിനിമയിലാണ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും, ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു സീരിയൽ ചെയ്താൽ, എത്ര വലിയ സീരിയൽ ചെയ്താലും അത് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഓർക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അടുത്ത വേറെ സീരിയൽ വേറെ ആൾ വരും, അതിൻ്റെ പിന്നാലെ പോവും, അങ്ങനെയാണ്. പിന്നെ എല്ലാ സീരിയലുകളിലും ആളുകൾ മാറുക എന്നല്ലാതെ കഥകൾ എപ്പോഴെങ്കിലും എല്ലാം ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് സീരിയലിലൂടെ. സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാർ സംവിധായകരാണെങ്കിൽ തന്നെ എത്ര ആൾക്കാർക്ക് ജോലിയാണ് സീരിയലിൽ. അപ്പോൾ സീരിയലിനെ നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രം. ബീന ആന്റണി വന്ന സമയത്ത് ചേച്ചി ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കാൻ ചില സംവിധായകർക്ക് ബുദ്ധിമുട്ടാണ്. അതുണ്ട്. അപ്പോൾ അത് ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്കങ്ങനെ, ഞാൻ സിനിമയും ചെയ്യുന്ന സമയത്താണല്ലോ പോയി ചെയ്തിട്ടുള്ളത്. ആദ്യം സീരിയൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ പ്രശ്നമുള്ളത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ സീരിയലും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാടകം സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം സിനിമയാണ്, ഇപ്പോൾ നമ്മൾ നല്ല ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് സിനിമ വേറൊരു സംവിധായകൻ്റെ ഇതിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കും, ആ ഡേറ്റിനൊന്ന് ആർട്ടിസ്റ്റിന് കിട്ടുമോ എന്ന് ചോദിക്കും. സീരിയലിൻ്റെ ആൾക്കാരെ അവർ വിളിക്കില്ല.
അവർക്കെന്താ അത്ര വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. അപ്പോൾ സിനിമയാണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയലിൻ്റെ സമയത്താണ് ഇത് എപ്പിസോഡ് പോണില്ലാറിന് വിളിക്കുകയായിരിക്കും, അപ്പം സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കേട്ടോ, കൊച്ചു കൊച്ചു റോളൊക്കെ ചെയ്യുന്നവർക്ക് ഇത്ര പ്രശ്നം വരില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. ഓക്കെ, സീരിയലും സിനിമയും രണ്ടും രണ്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പം ചേച്ചി ഇപ്പം ആഗ്രഹിച്ചിട്ട് എല്ലാം സെറ്റായിട്ട് പോവാൻ പറ്റാതെ പോയ ഏതെങ്കിലും സിനിമയോ അല്ലെങ്കിൽ സീരിയലോ ഉണ്ടായിട്ടുണ്ടോ? സിനിമ പോകാൻ പറ്റാതെ ഒരുങ്ങിയിരുന്നിട്ടാ, എല്ലാം സെറ്റായിട്ട് അവസാന നിമിഷം കയ്യിൽ നിന്ന് പോയ അവസരങ്ങൾ അങ്ങനെ എത്രയോ സിനിമകളുണ്ട്, എത്രയോ സിനിമകളുണ്ട്. നമുക്കത് പറയാൻ ഇതാവില്ല. നമ്മളെല്ലാം വിളിച്ച് നമ്മൾ നാളെ പുറപ്പെടണം എന്ന് പറയും, നമ്മൾ ശരിയെന്ന് പറഞ്ഞിരിക്കും, പിന്നെ അവർ വിളിക്കില്ല. പിന്നെ വിളിക്കാതിരിക്കും. പിന്നെ സംവിധായകൻ എപ്പോഴെങ്കിലും കാണുമ്പോഴായിരിക്കും നമ്മളോട് ചോദിക്കുക അന്ന് എന്താ വിളിച്ചിട്ട് വന്നില്ല എന്ന്. ഇവർ പറയുന്നത് വേറെ കാര്യങ്ങളായിരിക്കും. പിന്നെയാണ് നമ്മൾ അയ്യോ നമ്മൾ ചെയ്യേണ്ട റോള് വേറെ ആളെ. എത്ര സിനിമകൾ, ഒരുപാട് സിനിമകൾ. ഇപ്പോൾ നമ്മൾ ആ സിനിമ പറയുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഡക്ഷൻ മാനേജറെ നമ്മൾ പറയേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാത്തത്. എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല റോളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിഷമം തോന്നിയില്ലേ ഇവര് അഭിനയിച്ച് കാണുമ്പോഴല്ല, അപ്പം നമുക്ക് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് തോന്നും. നമ്മളോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം വരും. സംവിധായകർ പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ കാണുമല്ലോ, അപ്പം അന്ന് വിളിച്ചിട്ട് വന്നില്ല അല്ലെങ്കിൽ തിരക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ അവർ, അല്ല വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ അവർ എടുക്കാഞ്ഞിട്ടാണല്ലോ ഫോണെന്നൊക്കെ പിന്നെ തോന്നുക. ഇപ്പം നോക്കുകയാണെങ്കിൽ ശ്വേതാ മേനോനെ ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്തിരിക്കുന്നത് സീനത്തേച്ചിയാണ്. ഇപ്പം ആ ഡബിങ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പം നമുക്കില്ലേ, നമ്മൾ സ്റ്റിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് നമുക്ക് വേറൊരാൾക്ക് ശബ്ദം കൊടുക്കുമ്പോൾ നമ്മുടെ അവസരങ്ങൾ പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? അതിപ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി വിളിക്കുമ്പോഴേ എനിക്കത് പ്രശ്നമുള്ളൂ. ശ്വേത നായിക ലെവലിൽ നിൽക്കുന്ന പെൺകുട്ടിയല്ലേ, അപ്പോൾ പിന്നെ ശ്വേതയ്ക്ക് വേണ്ടി ചെയ്താൽ എനിക്കൊരിക്കലും എൻ്റെ റോള് നഷ്ടപ്പെടുക എന്നുള്ള സാധനം ഇല്ല. അതേ സ്ഥാനത്ത് ഞാൻ ചെയ്യുന്ന അതേപോലത്തെ റോള് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാനൊന്ന് മടിക്കും. അത് നമുക്ക് പാരയായിട്ട് വരും. ഇതൊരിക്കലും എനിക്ക് പാരയായിട്ട് വരുന്നില്ല. അത് നായിക ലെവലിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ്. എന്തുകൊണ്ടാണ് ശ്വേത ചേച്ചിക്ക് മാത്രം അങ്ങനെ ഒരു ശബ്ദം കൊടുക്കണം എന്ന് തോന്നിയത്? ശ്വേത ചേച്ചീൻ്റെ ശബ്ദം കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയത് എങ്ങനെയായിരുന്നു? അത് ഇതുപോലെ തന്നെ ആദ്യം തന്നെ മോഹൻലാലിൻ്റെ കമ്പനി അവരുടെ പരദേശി ആണല്ലോ ആദ്യം വന്നത്. അപ്പം ഞാൻ വേറെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഏതൊരു ഷൂട്ടിങ്ങിനും പോകണം. അപ്പം ഞാൻ ആ ചെറുപ്പകാലത്തുള്ളതാണ് ഞാൻ ചെയ്യുന്നത്, ശ്വേതയുടെ ചെറുപ്പകാലം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രായമുള്ള റോളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിൻ്റെ സൗണ്ട് ഒരേപോലെ സംസാരിക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് അവളാ ചെയ്യുന്നത്. അപ്പോൾ അത് അവാർഡ് വന്നപ്പോഴും രണ്ടായി അവാർഡ് രണ്ടുപേർക്ക്. പക്ഷെ ആദ്യം അവർ എൻ്റെ പേര് എഴുതി വെച്ചതുകൊണ്ട് അവാർഡിലേക്ക് പോയത് എൻ്റെ പേര് മാത്രമായിരുന്നു. അവർ ഓഫീസിൽ എഴുതി വെക്കുക ഇന്ന ആൾക്ക് ശബ്ദം കൊടുക്കുന്നത് ഇന്ന ആൾ. അപ്പോൾ അത് എഴുതി വെച്ചത് എൻ്റെ ശബ്ദം എൻ്റെ പേര് മാത്രമായിരുന്നു. അപ്പോൾ അവാർഡ് വന്ന സമയത്ത് ടി വിയിൽ വന്ന സമയത്ത് ഒരാളുടെ പേര് മാത്രം, ഞാൻ ആകെ ടെൻഷനായി. കാരണം അവളും കൂടെ ചെയ്താണ്, എന്നെക്കാളും കൂടുതൽ അവളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഞാൻ അവരെ വിളിച്ചു. പിന്നെ അവരത് അവാർഡ് രണ്ടാക്കി. അങ്ങനെ രണ്ടാളും കൂടിയാണ് അവാർഡ് മേടിക്കുന്നത്. പാലേരി മാണിക്യത്തിൽ അതേപോലെ തന്നെ രഞ്ജിത്ത് പറഞ്ഞു നീ ഒന്ന് വന്നിട്ട് ചെയ്യും, അങ്ങനെ ഒരു ഉണ്ട് ശ്വേതയ്ക്ക് അതൊന്ന് വന്നിട്ട് ചെയ്യും. കാരണം ശ്വേതയ്ക്കൊരു ഇംഗ്ലീഷ് ടച്ച് വരുമല്ലോ സംസാരിക്കുമ്പോൾ, അപ്പോൾ ആ ഒരു നാടൻ അത് വേണം എന്തായാലും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. ശ്വേതയ്ക്ക് ഭയങ്കര സന്തോഷമായി. ശ്വേതയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ ആദ്യം തന്നെ അവൾ പറഞ്ഞു ഞാനാണ് ചെയ്തതെന്ന്. അങ്ങനെയൊന്നും ആരും ചിലപ്പോൾ പറഞ്ഞൊന്നുമില്ല. എന്നെ കാണുമ്പോൾ പറയാമോ എൻ്റെ പകുതി ഒച്ച എന്നൊക്കെ പറയാം, എൻ്റെ പകുതി ഒച്ച വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെൺപട്ടണം അതൊരു മുസ്ലിം ക്യാരക്ടറായിരുന്നു, അന്ന് ഞാൻ ചെയ്തു. ഇപ്പം ശ്വേതാ മേനോനായിട്ട് നല്ലൊരു സൗഹൃദം കൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കുമല്ലോ ഉറപ്പായിട്ടും സീനത്തേച്ചി. അപ്പോൾ ഈ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എന്തായിരുന്നു അതിനോടുള്ളൊരു സമീപനം? ഇപ്പം ശ്വേതാ മേനോൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമ പോട്ടെ ഏതൊരു സംഘടനയിലും ആദ്യത്തെ ഒരു സ്ത്രീകൾ ഭാരവാഹികൾ കൂടുതലുണ്ടാകുന്നൊരു ഇത്. അപ്പം അവിടെ ഒരു പ്രശ്നം ഒരു സംഭവം വരുമ്പം എങ്ങനെയായിരുന്നു അതിനോടൊരു പ്രതികരിച്ചത്? അമ്മയിലെ ഭാരവാഹി എന്ന നിലയിലും കൂടി അതിനോടുള്ളൊരു പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, ശ്വേതക്കൊക്കെ ഞാൻ വോട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ശ്വേത വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ശ്വേത, കുക്കു, അതുപോലെ സ്ത്രീകൾക്ക് കൂടുതലും സ്ത്രീകളാണ് എല്ലാ തലപ്പത്തും അവിടെ വന്നിട്ടുള്ളത്. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി എല്ലാം തന്നെ സ്ത്രീകൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കും തന്നെ അവരെ വിളിക്കാം, എന്ത് പറഞ്ഞാലും വിളിക്കാം. ഇപ്പോൾ എന്താ ശ്വേത അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ കുക്കു എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റും. പക്ഷെ അവർക്കത് വേണ്ട പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവർ പരസ്പരം ഈഗോ ക്ലാഷ് വല്ലാതെ വന്നു.
അത് അകത്ത് തീർക്കേണ്ടതിന് പകരം അത് പുറത്തേക്ക് വന്നു. അത് കൺട്രോൾ ചെയ്യാൻ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്വേതയ്ക്ക് പറ്റിയിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോഴാണ് ഇതിലേക്കൊക്കെ പോയത്. നമ്മൾ വേറൊരു ഇതിൽ പറഞ്ഞ് പോയൊരു കാര്യമാണ്. എങ്കിലും പറയാം, അതിൽ മാത്രം ഒരു വിഷമായി. അപ്പോഴാണ് ഈ ജനറൽ ബോഡി വന്ന സമയത്ത് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും വേണ്ടാന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ പോലും സംഘടനയ്ക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെ വേണം വേണ്ട എന്നുള്ള ഓഡിയോ ക്ലിപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക്, മാലാ പാർവതിയുടെ ഒരു ഓഡിയോ ക്ലിപ്പും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താണ് ആ ഒരു പ്രശ്നം? അല്ല, അതൊരു പെൺമക്കൾ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളൊന്നും ഇപ്പം ഇല്ല, ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് പിന്മാറിയതാണ്. അപ്പോൾ കുറേ ആൾക്കാരിൽ നിന്ന് മാറ്റം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ അതിൻ്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ പെൺമക്കൾ എന്നുള്ള സാധനം എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഉഷയൊക്കെയാണ് അത് കൊണ്ടുവന്നത്. അപ്പം സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, സംസാരിക്കാം, ഇവിടെ തുറന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണത് തുടങ്ങിയതും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാറി നിൽക്കുക ചെയ്തത്. പിന്നെ കുറച്ച് കഴിയട്ടെ, ഇനി അതിൻ്റെ പ്രശ്നങ്ങൾ വേണ്ട വെച്ച് മാറിയിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ശബ്ദങ്ങൾ പുറത്തു പോവുക അന്നും പോയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം എന്തിനാണ് പിന്നെ അങ്ങനത്തെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ആവശ്യം? അവിടെ പറയുന്നത് മുഴുവൻ പുറത്തേക്ക് പോകുന്നു. അതൊരു ശരിയായ പ്രവണതയല്ല. അത് നേരത്തെയും പോയി, ഇപ്പോഴും പോയി. അങ്ങനെയാണെങ്കിൽ ക്ലബ് ഹൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായി പബ്ലിക്കിനെ അതിൽ കയറാൻ പറ്റുന്ന രീതിയിൽ സംസാരിച്ചാൽ പോരെ. ഇതവിടെ സംസാരിക്കുന്നത് മുഴുവൻ പുറത്തേക്ക് വരുന്നു. അപ്പം ഇപ്പം ചെയ്തതും വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സംസാരിക്കുന്നത് മുഴുവൻ പുറത്തു വന്നു. അത് ആൾക്കാർ അത് ആ രീതിയിൽ എടുക്കുന്നു. പിന്നെ ചിലപ്പോൾ ഇത് പുറത്തേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല. അവർക്ക് പറയാനുള്ള കാര്യം, വോട്ടിംഗ് ഒക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അവിടെ 100 ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ. അപ്പോൾ അവിടെയാണ് അവിടെ വോട്ടിംഗ് നടത്തിയത്. ആ വോട്ടിംഗ് നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 55ഓളം ആൾക്കാർ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ മാല പാർവതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ആൾക്കാർ വോട്ട് ചെയ്തു. മാല പറഞ്ഞത് ഒരു 55 അങ്ങനത്തെ 52-55 ആൾക്കാർ ഇത് വേണം, വോട്ടിങ് നടത്തണം, ഇലക്ഷൻ വേണം എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ആൾക്കാർ പലരും കാണില്ല. പെട്ടെന്നാണല്ലോ ഇവരിതൊക്കെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 500 ചില ആൾക്കാരുണ്ട്. അവരതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പിന്നെ ഇലക്ഷൻ വേണമെന്നുള്ള ചോദ്യം അവിടെ നടത്തിയത്. 500 ചില ആൾക്കാരിൽ ഈ 4-5 സ്ത്രീകൾ മാത്രമുള്ള സംസാരിക്കുന്നത്. ഞാനടക്കമുള്ള ആൾക്കാർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? അവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇപ്പം ശ്വേത നിൽക്കണമെങ്കിലും പറയാം, നിൽക്കണ്ടെങ്കിലും പറയാം, അല്ലേ? ഇത് രണ്ടും പറയാതെ കുറേ ആൾക്കാരും മിണ്ടാതിരിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരവിടെ ചോദിച്ചിട്ടുള്ളത്. അതും പക്ഷേ ഇങ്ങനെ പുറത്തു വന്നു. അവർക്കത് പ്രശ്നമില്ല, കാരണം അവർ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാമെന്നൊരു സംഭവമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ആരും എടുത്തു ആരും കൊടുത്തു ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു നോട്ടീസില്ല ആൾക്കാരുള്ളൊരു ഗ്രൂപ്പാണെങ്കിൽ തന്നെ ശ്വേതയെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും എൻ്റെ അകത്ത്. അപ്പോൾ അവരായിരിക്കുമല്ലോ ശ്വേതയിലേക്ക്, അത് ശ്വേതക്ക് കൊടുത്താണോ ശ്വേത കൊടുത്തോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ആര് വഴിയാണെന്ന് നമുക്ക് പറയാത്തൊരു കാര്യങ്ങൾ നമുക്ക് ആരെയും തലയിലേക്ക് വെക്കാൻ പറ്റില്ല. എങ്ങനെ വന്നു എന്നും അറിയില്ല. അത് ഞാൻ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല. എന്തുകൊണ്ടായിരിക്കാം അമ്മയിലെ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ അമ്മയുടെ ഇത്തരം ചർച്ചകളിലും പ്രശ്നങ്ങളിലും തർക്കങ്ങളിലൊന്നും യുവ നായികമാരോ അല്ലെങ്കിൽ യുവ താരങ്ങൾ അഭിപ്രായം പറയാത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യുവതാരങ്ങൾ ആ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത്? അവർക്ക് ഇതിലൊന്നും വലിയ കാര്യമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു, ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ അങ്ങനെയാണല്ലോ. ഒരു വീട്ടിൽ വലിയ ചർച്ച നടക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും അതിൽ വന്ന് സംസാരിക്കില്ല, അവർക്ക് താല്പര്യമല്ല. അപ്പോൾ അവരൊരു സുഖമായിട്ട് അവരുടെ ഒരു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം അവരെന്തിനു കളയണം? ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട്, അഭിപ്രായം മറ്റുള്ളവർ പറയട്ടെ, അതുകൊണ്ടായിരിക്കും ആ ഒരു നിലപാട്. ആവശ്യമില്ലാത്തതിൽ നമ്മൾ പോയി പറയണ്ട എന്ന് അവർ ബിസിയാണ്. അല്ലെങ്കിൽ തന്നെ അവർക്കതിൽ താല്പര്യമില്ല. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആൾക്കാർക്കാണല്ലോ ഇവിടെ കുറച്ച് ആൾക്കാർ ഇത് കാത്തിരിക്കുന്നുണ്ടെന്നും, മമ്മൂട്ടി മോഹൻലാലിനെ പോലത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇവിടെ ഇത് നോക്കിയിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടെന്നും പിന്നെ കുറച്ച് പാവങ്ങളുണ്ടെന്നും ഒക്കെ ആലോചിക്കുന്ന അവരാ. കുട്ടികൾക്കത് ആലോചിക്കണം എന്നില്ല. അപ്പം അമ്മ പോലൊരു സംഘടന ചെയ്യുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ തർക്കത്തിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടിലാകുമോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സുഗമമായ പ്രവർത്തനത്തിനെയൊക്കെ ഇത് ബാധിക്കുമോ? ഒരിക്കലും ഇല്ല.
ഈ തർക്കങ്ങളൊന്നും അതിനെ ബാധിക്കാൻ അവരൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അവരൊന്നും സംസാരിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു സന്ദർഭം വരികയാണ്, അത് എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ അപ്പോൾ വരൊക്കെ തീർച്ചയായിട്ടും മുന്നോട്ട് വരും. പിന്നെ ഈ പറഞ്ഞ ഇവരെന്ത് വന്ന് പറയാനാണ്, പൊതുജനത്തിനോട് ഇപ്പോൾ ഇവർ എന്ത് വന്ന് പറയാനാണ്? സ്ത്രീകൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചു, സ്ത്രീകളത് മുന്നോട്ട് വന്നു, അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത് വേണ്ടാന്ന് ജനറൽ ബോഡി തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് രാജി വെച്ചിട്ടാണ് ശ്വേത പോകുന്നത്. അതിനുശേഷം പിന്നെ ശ്വേതയ്ക്ക് വേറെ എന്താ ഉണ്ടായിന്ന് അറിയുന്നില്ല, തിരിച്ചു വന്നു കോടതിയിൽ ഇത് കൊടുത്തു. അപ്പോൾ പിന്നെ ഇപ്പോഴും ഇനി 27-ാം തീയതി എന്തോ ആണ് തോന്നുന്നത് എൻ്റെ കേസ് വിളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ആവശ്യമാണോ അവിടെ നിൽക്കണം. ഇതിപ്പോൾ ആവശ്യമില്ലാന്ന് തോന്നിക്കുന്നത് ജനറൽ ബോഡി പറഞ്ഞാൽ അവിടെയാണ് എല്ലാം തീരുമാനിക്കുന്നത്, അത് മാനിക്കുക എന്നുള്ളതാണ്. ശ്വേത മാത്രമല്ല പലരും മിണ്ടാതിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതെന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാവുന്നില്ല, എന്താ ഉദ്ദേശം എന്ന്. ചിലപ്പോൾ അവരുടെ കണക്കുകളിനെ പറ്റിയിട്ട് പറയുന്നതിന് അത് ക്ലിയർ ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാനാണോ ഒന്നും ആർക്കും അറിയില്ല. ആരും അത് അന്വേഷിക്കാറുമില്ല, കാത്തിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ നോക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം അമ്മയിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ തുടക്കം തന്നെ ഈ അമ്മയിലുണ്ടായിരുന്നൊരു പ്രശ്നത്തിന് കാരണം എന്തായിരുന്നു? ഇപ്പോൾ ഒരു കണക്ക് അവതരിപ്പിച്ച സമയത്തുള്ള പൈസയുടെ കണക്കുകൾ തെറ്റ് എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു? അവിശ്വാസ പ്രമേയമാണ് അന്ന് കൊണ്ടുവന്നിരുന്നത്. സത്യത്തിൽ അവിടെ ചർച്ച ചെയ്യേണ്ടത് അതായിരുന്നില്ല, ആദ്യം ചർച്ച ചെയ്യേണ്ടത് അവിശ്വാസ പ്രമേയം ആയിരുന്നില്ല. അവിടെ നടന്നിട്ടുള്ളത് ഒരു പെൺകുട്ടിക്കെതിരെ വർഗീയ പരാമർശമാണ് വന്നിട്ടുള്ളത്. അൻസിബയ്ക്കെതിരെ ജിഹാദി വിളിയും ജാതി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ നിസ്സാരമല്ല. ഒരാൾ ചൂണ്ടി പറയാണ് എന്നെ ജാതി മാറ്റാൻ നിന്നു അല്ലെങ്കിൽ മറ്റു പലതും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് അറസ്റ്റ് നടക്കാം, അവളെ ശിക്ഷിക്കാം. അപ്പോൾ അതായിരുന്നു അവിടെ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അത് നടന്നതാണോ എന്നുള്ളത് ചോദിക്കണമായിരുന്നു. ഇത് നടന്നിട്ടുണ്ടോ, ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നായിരുന്നു അവിടെ ചർച്ച നടത്തുക. പക്ഷെ അതാരും ചോദിച്ചില്ല. പിന്നെ അൻസിബ പെട്ടെന്ന് കയറുക ചെയ്തത്. ഒരു 2 മണി ആവാനായപ്പോഴാണ് തോന്നുന്നു, ഉച്ച സമയത്ത് അൻസിബ ആരും വിളിച്ചാലേ ഇവിടെ അങ്ങ് സ്റ്റേജിലേക്ക് കയറുക ചെയ്തത്. അപ്പോഴത്തേക്ക് എല്ലാവരും രാജിവെച്ച് പോകലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് അൻസിബ കയറിയത്. ആ ജനറൽ ബോഡിയിൽ മോഹൻലാൽ ഉണ്ടാവുമല്ലോ. അതെ, ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ച ആദ്യം വേണ്ടത് ഇതായിരുന്നു എന്ന്, അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു മറ്റിലേക്ക് പോകാൻ. തുടക്കം അതാണല്ലോ. അതൊക്കെയാണല്ലോ പ്രശ്നം വന്നിട്ടുള്ളത്. പരസ്യമായിട്ട് വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ലക്ഷ്മിപ്രിയ പറഞ്ഞു ഈ അൻസിബയുടെ പിന്നിൽ മതവർഗീയവാദികൾ ഉണ്ട്, അവളെ സപ്പോർട്ട് ചെയ്യുന്ന, അതൊക്കെ പറയുമ്പോൾ അത് ചോദിക്കണ്ടേ? ഈ ഇങ്ങനത്തെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ വായ ഒന്നും സൂക്ഷിച്ച് സംസാരിക്കണ്ടേ? അപ്പം അത് ചോദിക്കണ്ടേ? ഈ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ആരെയാണ് ഉദ്ദേശിച്ചത്, എന്താണ് അവിടെ നടന്നത്, ആരെ മതം മാറ്റി, ആരോട് സംസാരിച്ചു എന്നവിടെ ചർച്ച ചെയ്യണമായിരുന്നു. അതവിടെ നടന്നില്ല. അതായിരുന്നു ആദ്യം. നമ്മൾ അമ്മ അസോസിയേഷനിൽ ഇങ്ങനത്തെ ചർച്ചകളെ വരാൻ പാടില്ല. അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, ഒന്നുമില്ല. അവിടെ കലാകാരന്മാരാ, എല്ലാവരും തുല്യരാണ് അവിടെ. മമ്മൂക്ക, മോഹൻലാൽ, ഞങ്ങളെല്ലാവരും ഒരേപോലെയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെയാണ് അവിടെ ഇന്ന് വരെ, ഇത്രയും 32 വർഷമായിട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും മൈക്ക് കിട്ടും സംസാരിക്കാൻ, ഇന്നയാൾ മാത്രമേ, അങ്ങനെയൊന്നുമല്ല. ഇടയിൽ ആൾക്കാർ മൈക്ക് ചോദിക്കാം, എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. പല സംഘടനയിലും അങ്ങനെ ആദ്യം എഴുതി കൊടുക്കണം ഇന്നയാൾ സംസാരിക്കുന്നു എന്ന്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ കൊടുക്കൂല മൈക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആർക്കും സംസാരിക്കാം. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെയും മതം വരുന്നത്, എങ്ങനെ ജാതി വരുന്നത്, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. മോഹൻലാൽ അടക്കമുള്ളവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു അപ്പം? മോഹൻലാലൊന്നും കാര്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല. കാരണം ജനറൽ ബോഡിയിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ജനറൽ ബോഡി ആൾക്കാർ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മോഹൻലാൽ അവിടുന്ന് അഭിപ്രായം പറയാം, മോഹൻലാൽ പറയട്ടെ എന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷേ മോഹൻലാൽ എന്ത് പറഞ്ഞാലും അത് പിന്നെ മോഹൻലാൽ മാത്രമേ ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് വരും. മോഹൻലാൽ പറഞ്ഞില്ല, പക്ഷേ തുടരണമെന്നോ തുടരണ്ട ഒന്നും പറഞ്ഞില്ല. ആര് വിചാരിച്ചാലും അമ്മയെ തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ശക്തിയായിരുന്നു. അത് കേട്ടാൽ പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം, അല്ലേ? അതെ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ WCC, അമ്മയിൽ നിന്ന് ഇതുപോലൊരു പൊട്ടിത്തെറി ഉണ്ടായ സമയത്താണ് WCC രൂപീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു കരുത്തുറ്റ സ്ത്രീ എന്ന് തന്നെ നമുക്ക് ചേച്ചിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അങ്ങോട്ടേക്കൊരു ക്ഷണം വന്നിരുന്നു? ഇല്ല, അവർ ചെയ്ത ആദ്യത്തെ തെറ്റതാണ്.
അവർ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിച്ച സത്യത്തിൽ അമ്മ ഉള്ള സമയത്ത് വേറൊരു സംഘടന പക്ഷേ ഇതുപോലത്തെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റാത്ത ആണുങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്നൊരു ഇതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവരുടെ ഉദ്ദേശം. പക്ഷേ അന്ന് ആ കുട്ടിക്ക് വന്ന ആ ഒരു സാധനത്തിന് മുകളിലാണ് ഉണ്ടായത്. എങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാകുമ്പോൾ അമ്മയിലുള്ള എല്ലാ സ്ത്രീകളെ അവർക്ക് ക്ഷണിക്കായിരുന്നു. അമ്മയ്ക്കെതിരല്ലാത്തൊരു സംഘടന അപ്പുറത്ത് വരുന്ന വെച്ചിട്ട് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമല്ലോ. അമ്മയ്ക്കെതിരെ വരുമ്പോഴല്ലേ അതിൽ പോവാതിരിക്കുള്ളൂ. പക്ഷെ അവർ ആരെയും ക്ഷണിച്ചിട്ടില്ല, ആരെയും വിളിച്ചിട്ടില്ല. അവർക്ക് തന്നെ രജിസ്ട്രേഷൻ കിട്ടിയോന്ന് അറിയില്ല. അത് പക്ഷേ ശക്തമായിട്ടുള്ള പെൺകുട്ടികളാണ് അതിലുണ്ടായിരുന്നത് എല്ലാവരും. WCCയുടെ ഒരു പ്രവർത്തനത്തിന് എങ്ങനെയാണ് കാണുന്നത്? നല്ല കാര്യമാണ്. കാരണം ഒരു പരിധി വരെ അവർ തന്നെയാണ് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അവർ തന്നെയാണ് ഇന്ന് സ്ത്രീകൾക്ക് സംസാരിക്കുക. പണ്ട് ഇതുപോലെ തന്നെ മാറുമറയ്ക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നിന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾക്ക് ഇന്നൊരു സിനിമയിലാണെങ്കിൽ തന്നെ ഒരു സിനിമാൻ്റെ കാര്യം പുറത്തല്ല ഞാൻ പറയുന്നത്, സിനിമയിൽ ഇത്രയും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകൾക്ക് അവർ തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ചേച്ചി ഒരുപാട് സോളോ യാത്ര ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടിരുന്ന് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ചേച്ചി ഇപ്പം അന്ന് യാത്രകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾ പൊതുവെ സേഫ് ആണെന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അന്നാണോ അല്ലെങ്കിൽ ഇപ്പോഴാണോ സ്ത്രീകൾ പൊതുവെ സേഫ് ആണെന്നൊരു തോന്നൽ? സ്ത്രീകൾ ഒരിക്കലും സേഫ് അല്ല, ഒരിക്കലും അല്ല. കാരണം നമ്മൾ ശാരീരികമായിട്ട് പുരുഷനൊപ്പം എല്ലാവരും പറയും പുരുഷനൊപ്പം നമുക്ക് നിൽക്കാൻ മനസ്സുകൊണ്ടേ നമുക്ക് പറ്റുള്ളൂ. ശരീരം കൊണ്ടും ശക്തി കൊണ്ടും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അറ്റാക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജന്തർമന്ദറിൽ അത്രയും പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി പോലും സ്ത്രീകൾ അവിടെയും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നൊരു വാർത്ത നമ്മൾ അടുത്ത് പോലും കേട്ടു. അതെ, അതാണ് ഈ മാനസിക വൈകല്യമുള്ള ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അവർ കാണുമ്പോൾ ഭയങ്കര മാന്യന്മാരായിട്ട് നമുക്ക് തോന്നുന്നതാ. അപ്പോൾ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. നമ്മളതാണ് രാത്രി യാത്ര ചെയ്യാതെ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ്. നമുക്കറിയില്ല അവരുടെ ചിന്തകൾ എങ്ങനെ പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്. CJPന്റെ പ്രൊട്ടസ്റ്റ് ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിനെ പുറത്തിറക്കി. അപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ചേച്ചിൻ്റെ ഒരു പ്രതികരണം എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഇന്നലെ വരെ സംസാരിക്കുമ്പോൾ ഇതിനൊരു ഭാവി ഉണ്ടാവുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. ഇപ്പം ഇതിനൊരു ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ളൊരു തീരുമാനം. ആ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലേ, വളരെ നല്ല കാര്യം. ശക്തരാണ് കുട്ടികൾ എന്നുള്ളത് തീരുമാനിച്ചു, തെളിഞ്ഞു അത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ശക്തരാ. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവും, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം തുറന്ന് പറയുമ്പോൾ ഭയപ്പെടരുത്. ഭയപ്പെടാതെ പറയാൻ പറ്റുന്ന രാഷ്ട്രീയമായിരിക്കണം നമ്മളത്, അല്ലേ? അപ്പോൾ അത് കൊടിയുടെ നിറം മാത്രമല്ലല്ലോ അതിലുള്ളത്. അപ്പോൾ അത് മനസ്സിലാവാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ അത് അങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ പേടിയാണ് തോന്നുന്നത്. നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരുടെ വേറൊരു ഡ്യുവൽ ഫേസ്, അവരുടെ മുഖം, അയ്യോ ഇവരുടെ മനസ്സിൽ ഇങ്ങനെയാണോ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഒരു ചെറിയ ഭയം വരും. ഇപ്പം ചേച്ചിൻ്റെ ഒരു കരിയർ, ഇപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു ആദ്യ സിനിമ തൊട്ട് ഇത്രയും വർഷം, ഒരു 30 വർഷത്തിൽ കൂടുതലായി കാണും സിനിമ. ഒരു 50 വർഷത്തിനോട് അടുക്കുമായി, 40 വർഷം. ആ ഒരു ഇത്രയും ഒരു കരിയറിൽ എന്നെ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവ് വന്നത് എപ്പോഴായിരുന്നു? അല്ല, എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ചുള്ള റോള് കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാം. എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ അതായിരിക്കുമല്ലോ, അല്ലാതെ ഇപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ല, നമ്മൾ നോക്കുമ്പം ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടിയാണ്. ഇപ്പം നമ്മൾ മറ്റുള്ള പല നടിമാരെ എടുത്ത് പറയുമ്പോഴും ചെയ്ത കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയിട്ടുള്ള ഒരു നടി തന്നെയാണ് സീനത്ത് എന്ന് പറയുന്നത്. പക്ഷേ അവരെ വേണ്ട വിധത്തിൽ മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ചേച്ചി എത്രത്തോളം അത് എന്തായിരിക്കും അങ്ങനെ ഒരു അവസര നിഷേധത്തിന് കാരണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഈ ഫീൽഡിൽ. നമ്മളത് ചിന്തിച്ച് വെറുതെ ടെൻഷനാകുക എന്നല്ലാതെ അതിൽ യാതൊരു അർത്ഥമല്ല. കാരണം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുമില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ റോള് കിട്ടാൻ ഞാൻ ഒരുപാട് നടന്നിട്ടും എനിക്ക് കിട്ടുന്നില്ലെങ്കിലേ ഞാൻ നിരാശപ്പെടേണ്ട കാര്യമുള്ളൂ. ഞാൻ അതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടുന്നില്ല. ഞാൻ ആരെയും വിളിക്കുന്നില്ല, എന്നെ വിളിച്ചാൽ മാത്രം അതല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനതിന് നിരാശപ്പെടണം? അതിൽ എനിക്ക് വരുമ്പോൾ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ, അല്ലാത്ത എൻ്റെ വീട്ടിലിരിക്കാൻ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ചേച്ചി രണ്ടാം നാൾ സിനിമ ചെയ്തു. ഈ സിനിമേൻ്റെ സമയത്ത് ആ ക്രൂവിനൊപ്പം തന്നെ ചേച്ചി ഇരുന്നിട്ടുണ്ടായിരുന്നോ? ഒരു നടി എന്നൊരു പരിചയ സമ്പത്ത് മുഴുവൻ ഒരു സംവിധാനത്തിലേക്ക് എഴുത്തിലേക്ക് പോയപ്പോൾ അവർ കൂടി ഇരുന്നിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ കൂടെ ഇരിക്കും. എഡിറ്റിങ്, ഡബ്ബിങ്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഷോർട്ട് ഫിലിം അനന്തതയിലേക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കൂടെ എഡിറ്റർ കൂടെ ഞാനിരിക്കും.
അതുപോലെ ഡബ്ബിങ് സമയത്തും ഞാൻ തന്നെ ഇരിക്കും. ഈ സിനിമയും ഷോർട്ട് ഫിലിമും റിലീസായതിനു ശേഷം സിനിമാ മേഖലയിൽ നിന്നുള്ളവരും സഹപ്രവർത്തകരും ചുറ്റുമുള്ളവരുടെയൊക്കെ ഒരു അഭിപ്രായവും അപ്രിസിയേഷനും ഒക്കെ എത്രത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നെ വിളിച്ചു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. സിനിമ ചെയ്ത സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന റോൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അത് വിചാരിച്ചാൽ ചെയ്യുമോ എന്ന് വരെ സംശയിച്ച ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇന്നസെൻ്റ് ഏട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇറങ്ങിയപ്പോൾ. ഭയങ്കര സന്തോഷമായിട്ട് ഇന്നസെൻ്റ് ഏട്ടനാണ് സംസാരിച്ചത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ വേർപാടിൻ്റെ ഒരു സമയത്തൊക്കെ അതൊരു വല്ലാത്തൊരു ഓർമ്മയായിട്ട് ഉള്ളിൽ കിടന്നു. തീർച്ചയായിട്ടും ഒരുപാട് മരണങ്ങൾ നമുക്ക്, കൽപ്പന, ലളിത ചേച്ചി, ഒരുപാട് മരണങ്ങളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ. കൽപ്പനൻ്റെ ഒന്നും ഒരിക്കലും, അതുപോലെ മണി, ഒരുപാട് നരേന്ദ്രപ്രസാദ്, ഇങ്ങനെ നമ്മളെ വിട്ടുപോയ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ള ചേച്ചിൻ്റെ പ്രൊജക്റ്റുകൾ എന്തൊക്കെ? എനിക്കറിയാം മമ്മൂക്കാനോടൊപ്പം അടൂർ ഗോപാലകൃഷ്ണൻ്റെ പദയാത്രയിൽ ചേച്ചിക്ക് ഒരു വേഷമുണ്ട്. പദയാത്ര റിലീസാകാൻ പോകുന്ന പടത്ത് ഒന്ന് പദയാത്രയാണ്. പിന്നെ റിലീസാകാൻ പോണത് പിന്നെന്താണ് ഫാൻറ്റം 5 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സിനിമ ഉണ്ട്. സജി നന്ദിയേട്ടൻ്റെ മകൻ ആണ് അത് സംവിധാനം ചെയ്തത്. ഇങ്ങനെ 2 സിനിമയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പദയാത്ര ഇത് രണ്ടും ഞാൻ ഭയങ്കര പ്രതീക്ഷിക്കുന്നുണ്ട്. പദയാത്ര ഒരുപാട് വർഷം നമ്മൾ അത്രയും വലിയൊരു ഡയറക്ടറുടെ കീഴിൽ അഭിനയിക്കണം എന്ന് മലയാള സിനിമയിലെ മിക്ക ആൾക്കാരും, ഇപ്പോഴത്തെ അല്ലേ പറഞ്ഞത്, പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ആഗ്രഹമുള്ളതാണ് അങ്ങനെ ഒരു സംവിധായകൻ്റെ കീഴിൽ അഭിനയിക്കാൻ. അതെനിക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയൊന്നും പറയില്ല തോന്നുന്നു, നന്നായിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇത്രയും ഒരു കരിയറിൻ്റെ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെറ്റ് ഏതായിരിക്കും? സിനിമാ സെറ്റ്, ഒരുപാട് ആസ്വദിച്ച് ചെയ്ത സിനിമ, അല്ലെങ്കിൽ ഒരു സിനിമാ സെറ്റ് ഏറ്റവും നല്ലൊരു? എനിക്ക് രഞ്ജിത്തിൻ്റെ സിനിമ സെറ്റ് ഇഷ്ടമായിരുന്നു. പിന്നെ ആഷിഖ് അബുവിൻ്റെ സിനിമ എനിക്ക് സെറ്റിൽ ഭയങ്കര, ഇപ്പോഴത്തെ ജനറേഷനിൽ അവരുടെ ആ ഒരു പെരുമാറ്റം, സ്ത്രീകളോടുള്ള ബഹുമാനത്തിലുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പം ചേച്ചി അടുത്ത കഥയും തിരക്കുകളൊക്കെ ആയിട്ട് പോവുമായിരിക്കും. അപ്പം മലയാള സിനിമ ഇനി സീനത്തിന് വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ശരിക്കും ആഗ്രഹിക്കുന്നു. താങ്ക് യു. അപ്പം ഞങ്ങൾ റിപ്പോർട്ടർ ഫിലിംസിനൊപ്പം ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ച ചേച്ചിക്ക് ഞങ്ങളെ വക ചെറിയൊരു സമ്മാനം. സമ്മാനമുണ്ടോ? ഉണ്ടട്ടെ. കൊച്ചമണീസ് തരുന്ന ഒരു ഗിഫ്റ്റാണത്. റിപ്പോർട്ടർ ഫിലിംസും കൊച്ചമണീസും കൂടി തരുന്ന ഗിഫ്റ്റാണ്. താങ്ക് യു. ഓക്കെ, ചേച്ചി കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് ഇഷ്ടമാണ്. കൊച്ചമണീസിന്റെ പ്രൊഡക്റ്റ് ആണ്, എല്ലാം ഓർഗാനിക്. ഓണത്തിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ പൊടികളും ഉണ്ട്. ഇപ്രാവശ്യം ഇതുകൊണ്ടാക്കാം ഓണം. ഉറപ്പായിട്ടും എല്ലാ പൊടികളും. സാമ്പാറും തോരനും എല്ലാം ഇത് വെച്ചിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം. ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു ചേച്ചി.